അവിടെയാണ് ഞങ്ങൾ വിചാരിക്കാത്ത മറ്റൊരു പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ മെൽച്ചോന്റെ പ്രൊഡക്റ്റുകളെല്ലാം കൊണ്ടോട്ടിലെ എല്ലാ ഷോപ്പുകളിലും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റിലെ 4P മാർക്കറ്റിലും എത്തി. ഇനി ആകെ ബാക്കിയുള്ളത് ബഡ്ജറ്റിലാണ്. അവിടേക്ക് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവർക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു മിനി ബൈറ്റ്സും കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഓരോ പീസസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കാമെന്നും പറഞ്ഞെങ്കിൽ അവരുടെ 4 ഷോറൂമുകളിലേക്കും അവർ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കുകയും ചെയ്യും. ആ ഒരു അവസരം വെറുതെ കളയേണ്ടെന്ന് വെച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വേഗം കാണാനും പറ്റും, ടേസ്റ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റു പ്രൊഡക്റ്റുകൾ വാങ്ങാനും ഇത് ചിലപ്പോൾ ഒരു ചാൻസ്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ മിനി ബൈറ്റ്സ് ഉണ്ടാക്കി നോക്കി. ഞങ്ങൾ പ്രീമിയം ചോക്ലേറ്റും കുനാഫവും അതേപോലെ തന്നെ പീനട്ട് ക്രീമും ഡേറ്റ്സും ആൽമണ്ടും കൂടെ ഒരു മിനി ബൈറ്റ്സ്. അതോടൊപ്പം തന്നെ അത് നല്ലൊരു സ്റ്റിക്കർ കണ്ടെത്തണം. ഞങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കി. ബ്രാൻഡ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പേര് മെൽച്ചോ കുനാഫ ബാറാക്കി. അങ്ങനെ സാധനമൊക്കെ സെറ്റായി. ഇനി ഞങ്ങളുടെ ബ്രാൻഡ് കൂടുതൽ വിസിബിൾ ആവണമെങ്കിൽ ഒരു ട്രേ വേണം. എൻ്റെ അന്വേഷണത്തിലായി. അങ്ങനെ ഒരു ഫോം ഷീറ്റിൽ ട്രേ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ചെറിയ ഡിസൈനും അളവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഒരു ഷോപ്പിലേക്ക് സംസാരിച്ച് നോക്കിയപ്പോൾ അവിടെയാണ് ഞങ്ങൾ വിചാരിക്കാത്ത മറ്റൊരു പ്രശ്നം ഉണ്ടായത്. കാരണം ഇത് ചെയ്തു തരാൻ നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഫോം ഷീറ്റിലെ കട്ടിംഗ് ചാർജും അതിൻ്റെ സ്റ്റിക്കർ കട്ടിങ്ങും അതിനോടൊപ്പം തന്നെ ഇത് ചെയ്തു തരാൻ വേറൊരു കോസ്റ്റും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഒരു ട്രേക്കിന് നല്ലൊരു ചിലവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 7 പീസ് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതൊരു പ്രശ്നത്തിനും അതിനൊന്ന് പരിശ്രമിച്ചാൽ മതിട്ടോ, അതിനോടൊപ്പം തന്നെ ഒരു പരിഹാരം ഉണ്ടാവും.